ഹലോ. ആ എന്ത് ട്രാൻസ്ഫർ ചെയ്തോ? എങ്ങോട്ട്? ചൈനയിലേക്കോ? വാവ്, കൺട്രി ഹെഡ് ആയിട്ടാണോ അയക്കുന്നത്? ഓ, എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ. ഓ അതെ സർ, ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി ഓഫീസിലേക്ക് പോവാൻ പോണ്. ഓ, നമ്മളെല്ലാം കൂടെ ചൈനയിലേക്ക് പോവാൻ പോവാണോ? ആ കുറച്ചുകൂടെ ശക്തിയിൽ, ആ കുറച്ചുകൂടെ. എന്നെ കഴുതേന്ന് വിളിക്കുമല്ലേ? ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്കൂട്ടർ ഓടിച്ചു കൊണ്ടുവന്നാ പോരായിരുന്നോ? അയ്യോടാ, ഇത് ഞങ്ങൾ ആലോചിച്ചേയില്ലല്ലോ. സാധനങ്ങൾ വെച്ചോണ്ട് സ്കൂട്ടർ ഓടിക്കാമായിരുന്നു അല്ലേ? പിന്നല്ല. ഇല്ലില്ല, ഇത്രയും ഭാരം വെച്ചിട്ട് എങ്ങനെയാ സ്കൂട്ടർ ഓടിക്കാൻ പറ്റിയ? ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇതൊന്നും സ്റ്റാർട്ട് ആവുന്ന പോലും ഇല്ലല്ലോ. അറിയോ, ഈ സ്കൂട്ടർ കേടായി പോയി. അതുകൊണ്ടാ ഞങ്ങള് തള്ളിക്കൊണ്ട് വന്നത്. അപാരം കഴിവായി പോയി. എന്നൊരു കാര്യം പറയട്ടെ, ഇത് വിറ്റിട്ട് നമുക്ക് ക്യാരംസ് വാങ്ങാം. നമുക്ക് 4 പേർക്ക് സ്വസ്ഥായിട്ട് ഇരുന്ന് കളിക്കാമല്ലോ. ക്യാരംസിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചൈനീസ് ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ചൈനീസ് ഗെയിമോ? ആ, മാഡത്തിന് ചൈനയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണ്. ഓ, വീണ്ടും ഇവരെന്തോ മണ്ടത്ര എഴുന്നള്ളിച്ചോണ്ട് വരികയാണ്. എടാ, മാഡം സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഒന്ന് വിശ്വസിക്കേ. എടാ, മാഡം പറഞ്ഞത് മറ്റെന്തെങ്കിലും ആയിരിക്കും. നീ കേൾക്കുന്നതോ വേറെന്തെങ്കിലും. സർ, എനിക്കിത് ഒട്ടും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ചൈനയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയതും ഞാൻ അങ്ങോട്ട് മാറുന്നതും ഒക്കെ. ഈ മണ്ടം പറഞ്ഞത് ശരിയാണല്ലോ. ആഹാ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? നമ്മൾ ഇനി മുതൽ ചൈനയിലായിരിക്കും താമസിക്കുന്നതല്ലേ? ഒന്ന് ആലോചിക്കാൻ, നമുക്ക് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ ഇരുന്ന് ന്യൂഡിൽസ് ഒക്കെ അട്ടിടിച്ച് പൊളിച്ച് കഴിക്കാം. ഏയ്, മതിലിന്റെ മുകളിൽ പോയിരുന്ന് എന്തിനാ കഴിക്കുന്നേ? മാഡം ഇപ്പൊ അവിടുത്തെ കൺട്രി ഹെഡ് ആണ്. മാഡത്തിന് വലിയ ബംഗ്ലാവ് തന്നെ കിട്ടും. ഹണി, നിന്റെ തലയിൽ കൊമ്പുണ്ടോ? ഇല്ലല്ലോ. കഴുതകളുടെ തലയിൽ അല്ലെങ്കിൽ കൊമ്പ് കാണത്തില്ല. ചൈനയുടെ വൻമതിൽ ലോകത്തിൽ ഏറ്റവും മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ്. എടാ, വെറുതെ ആദ്യം ഇതും പറഞ്ഞിങ്ങനെ സമയം കളയാതെ ചൈനയിലേക്ക് പോകാനുള്ളതാ. നമുക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്. എക്സസൈസ് തുടങ്ങാം. വാ ഹണി, ഗതയൊക്കെ എടുത്തല്ലോ. പാവപ്പെട്ടാണെങ്കിൽ മസൽ ഉണ്ടാക്കുന്നു. നമസ്കാരം. അങ്ങനെ മലത്തി അടിച്ചിരിക്കുന്നു. ഇത് ചൈനീസ് ഗെയിമാണ്. ഞാനത് പഠിച്ചു കഴിഞ്ഞു. ജയിക്കുകയും ചെയ്തു. കഴുത ഹണിയാണ്, അല്ലാതെ നമ്മളൊന്നുമില്ല. എനി ഡൗട്ട്? വെറുതെ കിടന്ന് കുസ്തിയൊക്കെ കാണിച്ചിട്ട് അത് ചൈനീസ് ഗെയിം ആണെന്ന് പറയാണ് ഇവൻ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ചൈനയിൽ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹലോ, യുവർ ഓണർ, ഈ പ്രതിക്ക് എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിലാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്? സോറി, അറിയാതെ കയ്യിന്ന് വിട്ടുപോയതാ. എടാ ദുഷ്ടാ, നീ കാണിച്ച മണ്ടത്തര കാരണം ഇപ്പൊ ബായുടെ കാറ്റ് പോയേനെ. അറിയാൻ വേണ്ടിയാ ഈ മാർഷൽ ആർട്സ് ഒക്കെ ഇപ്പൊ എന്തിനാ നിങ്ങൾ പഠിക്കുന്നത്? വല്ല ഉപദേശം വേണമെങ്കിൽ ബായോട് ചോദിച്ചാ പോരെ. ബായ് നിങ്ങളോടെല്ലാം പറഞ്ഞു തരില്ലേ? പക്ഷെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ചൈനയിലേക്ക് വരും? എടാ കിറ്റ്, ഇവന്മാരെന്തോ ഇന്റർനാഷണൽ പ്രശ്നത്തിൽ പോയി ചാടിയെന്നാ തോന്നുന്നത്. ടെൻഷൻ അടിക്കണ്ട ബായ്, നമുക്ക് ഇവിടെ ഇരുന്ന് നൂഡിൽസ് ഉരുട്ടി മോമോസ് ആക്കി അവരെ എറിഞ്ഞു തോൽപ്പിക്കാം. ഏടോ, ആരെയും അറ്റാക്കേണ്ടിയൊന്നും അല്ല. ഞങ്ങൾ ഇവിടുന്ന് ചൈനക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ചൈനയോ? നീ ഭക്ഷണം ഉണ്ടാക്കിയാണോ അല്ല അരി കൃഷി ചെയ്യണോ? എത്ര സമയമായി തുടങ്ങിട്ട്? പെട്ടെന്ന് വാ, വയറ് വിശക്കുന്നു. ഇന്നിവർക്ക് വേണ്ടി ഞാൻ ഒരു ചൈനീസ് ഡിഷാ ഉണ്ടാക്കിയിരിക്കുന്നത്. ടലാക്മി ബ്ലാക്ക് ആന്റിലി. അയ്യോ, എന്താ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇത് കഴിച്ചാല് നാട് മൊത്തം വൈറസ് സ്പ്രെഡ് ആവും. അയ്യോ, എന്തായി പറയുന്നത്? ഇതിന് ജീവനുണ്ട്. അയ്യാഹോ, ഇനി നിനക്ക് ജീവൻ കാണത്തില്ല. ലോകം മൊത്തം പറഞ്ഞ് പരത്തിയില്ലേ ഞാനാ വൈറസ് പരത്തിയെന്ന്. ഒരൊറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. എന്നെ ആക്രമിക്കാൻ വരുന്നോ? ഈ ബാറ്റിന്റെ ബാറ്റിംഗ് എല്ലാരും ഞാൻ
ചീറ്റിംഗ് ചീറ്റിംഗ്, നീ കാണിക്കുന്ന ചതിയാണ്. എടാ, ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാഡം ചൈനയിലേക്ക് മാറേണ്ട ഒരു കാര്യമില്ലായിരുന്നു. റോഡിൽ മൊത്തം ചവറ് കിടക്കുകയാണ്, അതാരും എടുത്ത് മാറ്റിയില്ല. മാത്രമല്ല മിസ് ഇവിടുന്ന് മാറുകയാണ്, അതാരും എന്നോട് പറഞ്ഞില്ല. നീ ഇതെന്താ കാണിക്കുന്നത്? ചൈനയിലെ ആൾക്കാര് ഇതുപോലത്തെ തൊപ്പിയാണ് തലയിൽ വെച്ചോണ്ട് നടക്കാറ്. അയ്യോ, ഇതെങ്ങനെയാ അവര് ബാലൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കഴുതേ, അത് തലതിരിച്ചല്ല, ഇങ്ങനെയാ വെക്കേണ്ടത്. മനസ്സിലായോ? എന്റെ പണപ്പെട്ടി ആരാ പൊട്ടിച്ചത്? ഞാനാണ്. ഈ പൈസ ഉപയോഗിച്ച് നമുക്ക് ചൈനീസ് ഡ്രസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും പൈസ സമ്പാദിച്ചു വെച്ചത്. എടാ, ചൈനയിൽ ഈ പൈസ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അവിടെ പോയിട്ട് നമുക്ക് പുതിയൊരു പണപ്പെട്ടി വാങ്ങാം. അതിനകത്ത് നമുക്ക് യുവാൻ സേവിച്ച് വെക്കാം. യുവാൻ എന്ന് വെച്ചാൽ എന്താ സാധനം? അത് ചൈനീസ് പണമാണ്. വാടാ, നമുക്ക് പോയി ഷോപ്പിംഗ് ചെയ്യാം. അടിപൊളി, പെർഫെക്റ്റ്. ഇവിടെ വരൂ, വന്നെന്നെ രക്ഷിക്കൂ. എന്ത് പറ്റി ഡോക്ടർ ബല്ലു? ഇവരൊക്കെ ആരാണ്? എന്നെ അമ്മയെന്ന് വിളിക്കുന്നു. എന്നെ കണ്ടിട്ട് അമ്മയെ പോലെ തോന്നുന്നുണ്ടോ? നിന്റെ വായിൽ നിരന്നിരിക്കുന്ന പല്ലുണ്ടല്ലോ, ഞാൻ ഒരൊറ്റ ഇടി എന്നാ പിന്നെ ആ വായിൽ ഒരൊറ്റ പല്ല് കാണൂല. അല്ല, എന്ത് പറ്റി? ഇങ്ങ് വരൂ, കാണാൻ പറ്റുന്നില്ലേ? ചൈനീസ് വേഷം. ഇവർ തലകുരിച്ച് വന്നിട്ട് തലയിലിരിക്കുന്ന തൊപ്പി കൊണ്ട് എന്റെ വയറ്റിൽ കുത്തി എന്നെ ആക്രമിക്കാൻ നോക്കുമായിരുന്നു. ഡോക്ടർ ബാലു, ഞങ്ങള് ഹണിയും പണിയും കൂട്ടുകാരാണ്. ഞങ്ങളെല്ലാം നിന്നോട് ഹലോ പറയായിരുന്നു. ചൈനീസ് ഭാഷയിലെ ഹലോക്ക് നീഹോ എന്നാ പറയുന്നേ. ഇങ്ങ് വരൂ, ഈ ഇന്ത്യൻ ഭക്ഷണത്തിൽ നിങ്ങൾ എന്തിനാ ചൈനീസ് സോസ് കലക്കുന്നത്? വെള്ളമില്ലാതെ മുട്ട മുഴുകാൻ ശ്രമിക്കുന്നത് പോലെയാണത്. നിങ്ങളുടെ തലച്ചോറിൽ നിന്നും ബുദ്ധിയെല്ലാം ആവിയായി പോയോ? അല്ല, ഞങ്ങൾ ചൈനയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. ഞങ്ങളുടെ ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ NRI ആകാൻ പോവുകയാണ്. എനി ഡൗട്ട്? ഇങ്ങി വരൂ. അങ്ങനെ നിങ്ങൾ മാത്രം പോയാ പോരല്ലോ, എനിക്കും അങ്ങോട്ട് പോണമെന്നുണ്ട്. എന്നെയും കൂടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യൂ. ചൈനയ്ക്ക് അല്ലെങ്കിൽ ഈജിപ്തിലായാലും മതി. ഇങ്ങോട്ട് വരൂ, പിന്നെ ഇവിടെ വന്നിരിക്കൂ. ബായ്, ഇത് ചൈനീസ് അല്ല, ഇത് കൊറിയനാ. ഓ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? ചൈനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാ. ഒന്ന് ആലോചിച്ചു മാഡം, നമ്മൾ ചൈനയിൽ താമസിക്കുന്നു, ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ നടക്കുന്നു, ബുള്ളറ്റ് ട്രെയിനിൽ കറങ്ങുന്നു, ഹോട്ടലിലോ പാലസിലോ താമസിക്കുന്നു, ബീച്ചിൽ പോയി അടിച്ചു പൊളിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവനും വെള്ളത്തിലാക്കിയല്ലോ. ഞങ്ങളുടെ ഉള്ളിലുള്ള ചൈനീസ് നനഞ്ഞു പോയിരിക്കുന്നു. ഓ, നിങ്ങൾക്കൊക്കെ ചൈനയിലേക്ക് പോകാനുള്ള ആഗ്രഹം എങ്ങനെയാ ഉദിച്ചത്? ഞങ്ങൾക്ക് മനസ്സിലായി, മാഡത്തിന് ചൈനയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. മാത്രമല്ല, ഞങ്ങൾ ചൈനയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. ഇത് ഏത് കഴുതയാടാ പറഞ്ഞത്? ഓ, നീ എന്നെയാണോടാ കഴുതാന്ന് ഉദ്ദേശിച്ചേ? അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത് നിങ്ങൾ പറഞ്ഞതാണെന്നാണ്. ഞാനോ? ഞാൻ എപ്പോഴാടാ പറഞ്ഞത്? നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ കേട്ടായിരുന്നു. ഞാൻ വളരെ ഇന്റലിജന്റ് ആണ്. ഇന്റലിജന്റ് അല്ല, മരക്കഴുത. ട്രാൻസ്ഫർ ആയത് എനിക്കല്ല, എന്റെ ബോസിനാടാ. നമ്മൾ എവിടേക്കും പോകുന്നില്ല.
ഹണി ഓരോന്ന് കേട്ടത് നിങ്ങളോട് ഒന്ന് പറഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്തു. നമ്മൾ ചൈനയിലേക്ക് പോവാണെന്ന്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവൻ ഒരു കഴുതയാണെന്ന്? അതായത് മരക്കഴുത. ഓ മാഡം, നിങ്ങൾ മൊബൈലിൽ സംസാരിക്കുന്നത് കേട്ടപ്പോ ഞങ്ങൾക്ക് തോന്നി മാഡം ചൈനയിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന്. ഇക്കാര്യത്തിൽ ചെറിയ ചെറിയ കഴുതകളായി ഞങ്ങളും മാറി. ഓ ഇതിപ്പോ ചൈനീസ് വിസ്പറിംഗ് പോലെയായല്ലോ. ഓ ശ്ശെടാ, ഇവരെ കളിയാക്കി കളിയാക്കി ഇപ്പൊ നമ്മൾ കഴുതകളായി.